അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ ബാറക്ത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് അവരുടെ കിതാബ് തൗഹീദ്, അതിൽ ആദ്യം സൂറത്തുൽ അൻആം 151, 152, 153 ആയത്തുകൾ പറയുന്ന ഭാഗം. അതിൽ 152ാമത്തെ ആയത്ത് ആണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഷെയ്ഖ് മുഹമ്മദ് സ്വാലിഹ് അൽ ഫൗസാൻ ഹഫിളഹുല്ലാഹ് അവർ നൽകിയ ഷറഹ് സഹിതം ദർസ് 14. അപ്പോൾ സൂറത്തുൽ അൻആമിൽ 152ാമത്തെ ആയത്ത് ഇപ്രകാരമാണ്: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ولا تقربوا مال اليتيم إلا بالتي هي أحسن حتى يبلغ أشده وأوفوا الكيل والميزان بالقسط لا نكلف نفسا إلا وسعها وإذا قلتم فاعدلوا ولو كان ذا قربى وبعهد الله أوفوا ذلكم وصاكم به لعلكم تذكرون. അപ്പോൾ ഈ ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചില വസിയ്യത്തുകൾ പറയാനുണ്ട് ഈ 3 ആയത്തുകളിലും. അപ്പോൾ 152ാമത്തെ ആയത്തിൽ പറയുന്ന ഭാഗം വലാ തഖറബു മാലൽ യതീമി, യതീമിൻ്റെ ധനത്തോട് നിങ്ങൾ അടുക്കരുത്, ഇല്ലാ ബില്ലതീ ഹിയ അഹ്സനു, ഏറ്റവും നല്ല രൂപത്തിൽ അല്ലാതെ, ഹത്താ യബ്ലുഗ അശുദ്ധ, അവൻ്റെ ശക്തി, അതായത് പ്രായപൂർത്തി എത്തുന്നത് വരെ. വഔഫുൽ കൈല വൽ മീസാന ബിൽ ഖിസ്തി, അളവ് തൂക്കങ്ങൾ നിങ്ങൾ നീതിപൂർവം പൂർത്തിയായി നൽകുക. ലാ നുകല്ലിഫു നഫ്സൻ ഇല്ലാ ഉസ്അഹ, ഒരാളെയും അയാളുടെ കഴിവിൽപ്പെടാത്തത് നാം നിർബന്ധിപ്പിച്ച് കൽപ്പിക്കുന്നില്ല. വഇദാ ഖുൽതും ഫഅദിലു വലൗ കാന ദാ ഖുർബ. അപ്പോൾ ഇതുവരെയുള്ള കാര്യങ്ങൾ നമ്മൾ അതിൻ്റെ വിശദീകരണം നോക്കി. ഇനി വഇദാ ഖുൽതും, നിങ്ങൾ പറയുമ്പോൾ, നിങ്ങൾ പറഞ്ഞാൽ, സംസാരിച്ചാൽ, ഫഅദിലു, നിങ്ങൾ നീതി പാലിക്കണം. വലൗ കാന ദാ ഖുർബ, അത് നിങ്ങളുടെ അടുത്ത കുടുംബങ്ങൾ ആണ്, കുടുംബക്കാരാണ്, ബന്ധുക്കളാണ് എങ്കിലും എന്ന്. അപ്പം ആരെക്കുറിച്ച് പറയപ്പെടുന്നുവോ അവൻ നിങ്ങളുടെ ബന്ധുവാണെങ്കിലും നീതിയെ പറയാൻ പറ്റൂ എന്നതാണ് ഇതിൻ്റെ വിശദീകരണം കാണാം. വഇദാ ഖുൽതും ഫഅദിലു വലൗ കാന ദാ ഖുർബ. ഷെയ്ഖ് സ്വാലിഹ് അൽ ഫൗസാൻ ഹഫിളഹുല്ലാഹ് പറയാണ് ഇതിൻ്റെ വിശദീകരണമായിട്ട്, വഇദാ ഖുൽതും ഫഅദിലു വലൗ കാന ദാ ഖുർബ, ഈ ഭാഗത്തിന് ലമ്മ അമറ ബിൽ വഫാഇ ബിൽ കൈലി വൽ വസ്നി അമറ ബിൽ വഫാഇ ബിൽ കലാമി അയ്ദാ. അല്ലാഹു സുബ്ഹാനഹു വ തആല കൈൽ, അളവ്, വസ്ന്, തൂക്കം, ഇത് പൂർത്തിയായി നൽകണം എന്ന് കൽപ്പിച്ച ശേഷം, അത് കൽപ്പിച്ചപ്പോൾ അതോടൊപ്പം എന്ത് കൽപ്പിക്കാണ്? അമറ ബിൽ വഫാഇ ബിൽ കലാമി അയ്ദാ, സംസാരത്തിലും എന്ത് ചെയ്യണം? പൂർത്തിയായ നിലയിൽ നീതിപൂർവം ആയിട്ട് ആയിരിക്കണം എന്ന് പറയണം. ഇദാ തകല്ലംത ഫീ ശഖ്സിൻ ഫഅലൈക ബിൽ അദ്ൽ, നീ ഒരു വ്യക്തിയുടെ, ഒരു ഷഖ്സ്, ഒരു ഇൻഡിവിജ്വലിൻ്റെ വിഷയത്തിൽ നീ സംസാരിക്കുന്നുവെങ്കിൽ അത് നീതിപൂർവം സംസാരിക്കണം. ലാ തംദഹു ബിശൈഇൻ മാ ഹുവ ഫീഹി, അവന് ഇല്ലാത്ത ഒരു പ്രശംസ, ഒരു സ്തുതിയും പാടില്ല, അതിനെ പ്രശംസിക്കാൻ പാടില്ല, ഇല്ലാത്തൊരു പ്രശംസ പറയാൻ പാടില്ല. വലാ തദുമ്മുഹു ബിശൈഇൻ മാ ഹുവ ഫീഹി, അവനില്ലാത്ത ഒരു ദമ്മ്, അവനെക്കുറിച്ച് നിന്ദ്യത, അതും പറയാൻ പാടില്ല. ബൽ ഇൽസം അൽ അദ്ൽ, നീ എന്ത് ചെയ്യണം? നീതി പാലിക്കണം, നീതിപൂർവം പറയണം. ഖുൽ മാ തഅലമു ഫീഹി മിനസ് സിഫാത്ത്, അവൻ്റെ വിശേഷണങ്ങൾ അറിയുന്ന കാര്യം നീ പറഞ്ഞാൽ മതി. ലാ തംദഹു മദ്ഹൻ ലാ യസ്തഹിഖു, അവന് അർഹിക്കാത്ത മദ്ഹ്, പ്രശംസ അവനെക്കുറിച്ച് പറയരുത്. വലാ തദുമ്മുഹു ദമ്മൻ ലാ യസ്തഹിഖു, അവന് അർഹിക്കാത്ത ദമ്മും പാടില്ല. വഇദാ കുൻത ലാ തഅരിഫുഹു ഫഖുൽ ലാ അദ്രി ലാ അരിഫുഹു ലാ തദ്ഖുൽ നഫ്സക ഫീ ഷൈഇൻ ലാ തഅരിഫുഹു. വഇദാ കുൻത ലാ തഅരിഫുഹു, അയാളെപ്പറ്റി നിനക്കറിയില്ല, അല്ലെങ്കിൽ അയാളെപ്പറ്റി ആ വിഷയം നിനക്കറിയില്ല എങ്കിൽ, ഫഖുൽ, നീ പറയണം, ലാ അദ്രി, എനിക്കറിയില്ല, ലാ അരിഫു, അയാളെപ്പറ്റി എനിക്കറിയില്ല, ലാ തദ്ഖുൽ നഫ്സക ഫീ ഷൈഇൻ ലാ തഅരിഫു, നീ അറിയാത്ത ഒരു കാര്യത്തിൽ നിന്റെ നഫ്സിനെ കൊണ്ട് നീ പ്രവേശിപ്പിക്കരുത്.
കദാലിക മിൻ നാഹിയത്തി ഷഹാദ, അപ്രകാരം തന്നെ സാക്ഷ്യം പറയുന്ന വിഷയം. ഇദാ അറദ്ത അൻ തഷ്ഹദ അലാ അഹദിൻ ഫലാ തഷ്ഹദ് ഇല്ലാ ബിൽ ഹഖ്. ഇദാ അറദ്ത, നീ ഉദ്ദേശിച്ചാൽ അൻ തഷ്ഹദ അലാ അഹദിൻ, ഒരാളെ സംബന്ധിച്ച് ഒരാളെ പറ്റി നീ സാക്ഷ്യം പറയുകയാണെങ്കിൽ ഫലാ തഷ്ഹദ് ഇല്ലാ ബിൽ ഹഖ്, സത്യമായിട്ടല്ലാതെ നീ സാക്ഷ്യം പറയരുത്. അപ്പോൾ കള്ളസാക്ഷ്യം ചെയ്യാൻ പറ്റില്ല. ലാ തുഹാബി മഅ അഹദിൻ വതഷ്ഹദു ലഹു ലിഅന്നഹു ഖരീബുക്. ലാ തുഹാബി മഅ അഹദിൻ, ഒരാളോടും ഫേവറൈറ്റിസം പാടില്ല. അയാളുടെ ഒരു ഹബ്ബ് കാരണം ഫേവറൈറ്റിസം പാടില്ല എന്നതാണ്. വതഷ്ഹദു ലഹു, എന്നിട്ട് അയാൾക്ക് സാക്ഷ്യം പറയാം. ലിഅന്നഹു ഖരീബുക്, അവൻ നിന്റെ ബന്ധുവാണ്, ഉറ്റ ബന്ധുവാണ് എന്നതുകൊണ്ട് അയാൾക്ക് അനുകൂലമായിട്ട് നീതി അല്ലാത്ത സാക്ഷ്യം പറയാം, അത് പാടില്ല. ഔ ലിഅന്നഹു സ്വദീഖുൻ ലക, അല്ലെങ്കിൽ നിന്റെ കൂട്ടുകാരനാണെന്നുള്ളതുകൊണ്ട് തഷ്ഹദു ലഹു ബിൽ ബാത്തിൽ, ബാത്തിലായിട്ട് വ്യാജമായിട്ട് അവന് വേണ്ടി സാക്ഷ്യം പറയാം, അത് പാടില്ല. ഔ തക്തുമു ഷഹാദത അൻ അഹദിൻ ലിഅന്നഹു അദുവ്വുൻ ലക, അതല്ലെങ്കിൽ ഒരാളെ സംബന്ധിച്ചുള്ള സാക്ഷ്യത്തിൽ എന്ത് ചെയ്യുക, മറച്ചു പിടിക്കുക. കാരണം അയാൾ നിന്റെ ശത്രുവാണ്, നിന്റെ ശത്രുവായതുകൊണ്ട് അയാളെ സംബന്ധിച്ച് എന്താണ് വ്യാജമായിട്ട് കളവ് പറയാം, അയാളിൽ ഇല്ലാത്ത കുറ്റാരോപിക്കുക, ഇങ്ങനെയൊക്കെ സാക്ഷ്യം പറയാം, അതും പാടില്ല. ഖുലിൽ ഹഖ്ഖ വലൗ അലാ നഫ്സിക്, നിന്റെ നഫ്സിന് സ്വന്തത്തിന് തന്നെ എതിരാണെങ്കിൽ പോലും നീ എന്ത് ചെയ്യുക, സത്യമേ പറയാവൂ. തുടർന്ന് 2 ആയത്തുകളാണ് കൊടുത്തിട്ടുള്ളത് നീതി പാലിക്കുന്നത് സംബന്ധിച്ച്. സൂറത്തുൽ നിസാ 135 ആയത്ത് ആണ് ഒന്ന്, മറ്റൊന്ന് സൂറത്തുൽ മാഇദ 8 ആയത്ത്. സൂറത്തുൽ നിസാ 135 ആയത്ത് ശ്രദ്ധിക്കാം. يا أيها الذين آمنوا كونوا قوامين بالقسط شهداء لله ولو على أنفسكم أو الوالدين والأقربين إن يكن غنيا أو فقيرا فالله أولى بهما فلا تتبعوا الهوى أن تعدلوا وإن تلووا أو تورضوا فإن الله كان بما تعملون خبيرا. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, കൂനു നിങ്ങളാവണം, ഖവ്വാമീന നിലനിൽക്കുന്നവരാകണം, ഉറച്ച് നിലനിൽക്കുന്നവരാകണം, ബിൽ ഖിസ്തി നീതിക്ക് വേണ്ടി, നീതിമുറക്ക്, ശുഹദാ ലില്ലാഹി അള്ളാഹുവിന് സാക്ഷികളായിട്ട്, അള്ളാഹുവിന് വേണ്ടി സാക്ഷികളായ അവസ്ഥയിൽ, സാക്ഷികളായ നിലയിൽ, വലൗ അലാ അൻഫുസിക്കും, അത് നിങ്ങളുടെ സ്വന്തത്തിന് തന്നെ, നിങ്ങളുടെ നഫ്സുകൾക്ക് തന്നെ എതിരാണെങ്കിൽ പോലും, അവിൽ വാലിദൈനി അല്ലെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കൾക്ക്, അവിൽ വല്ലഖറബീൻ അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കൾക്ക്, അപ്പോൾ നിങ്ങളുടെ ബന്ധുക്കൾക്കോ മാതാപിതാക്കൾക്കോ നിങ്ങൾക്ക് തന്നെയുമോ എതിരാണെങ്കിൽ പോലും നിങ്ങൾ അള്ളാഹുവിന് സാക്ഷികളായ നിലയിൽ നീതിക്ക് വേണ്ടി നിലകൊള്ളണം, നീതിക്ക് വേണ്ടി ഉറച്ചു നിൽക്കണം എന്നതാണ്. ഇയകുൻ ഗനിയൻ ഔ ഫഖീറൻ, അവൻ, നിങ്ങൾ ആർക്ക് വേണ്ടിയാണ് സാക്ഷ്യം നിൽക്കുന്നത്, അയാൾ ധനികനോ ദരിദ്രനോ ആവട്ടെ, ഫല്ലാഹു ഔലാ ബിഹിമ, അള്ളാഹു അവർ 2 പേരോടും ഏറ്റവും ബന്ധപ്പെട്ടവൻ ആകുന്നു. ഫലാ തത്തബിഉൽ ഹവ, അതിനാൽ നിങ്ങൾ എന്ത് ചെയ്യരുത്, നിങ്ങൾ നിങ്ങളുടെ ഹവ, ദേഹേച്ഛയെ, സ്വന്തം ഇഷ്ടത്തെ പിന്തുടരരുത്. അൻ തഅദിലു, എന്ത്, നീതി പുലർത്തുന്ന വിഷയത്തിൽ, നീതി പാലിക്കുന്നതിന് വിഘാതമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, നിങ്ങളുടെ സ്വന്തം താല്പര്യത്തെ, സ്വന്തം ഇച്ഛയെ, ദേഹേച്ഛയെ പിൻപറ്റാൻ പാടില്ല. നിങ്ങൾ വളച്ചൊടിച്ചാലും, സത്യത്തെ വളച്ചൊടിച്ചിട്ട് എങ്ങനെയൊക്കെ സാക്ഷ്യം പറഞ്ഞാലും, കള്ളസാക്ഷ്യം പറഞ്ഞാലും, ഔ തോരിതു, അല്ലെങ്കിൽ സത്യം പറയാതെ നിങ്ങൾ ഒഴിഞ്ഞു മാറിയാലും, അല്ലാഹു കാന ബിമാ തഅമലൂന ഖബീറാ, നിങ്ങൾ പ്രവർത്തിക്കുന്നത് സംബന്ധിച്ച് സൂക്ഷ്മമായി അറിയുന്നവൻ ആകുന്നു എന്ന്. ഇനി സൂറത്തുൽ മാഇദ 8 ആയത്തിൽ കാണാൻ ഏറെക്കുറെ സമാനമായിട്ട് തന്നെ, യാ അയ്യുഹല്ലദീന ആമനൂ കൂനൂ ഖവ്വാമീന ലില്ലാഹ്, യാ അയ്യുഹല്ലദീന ആമനൂ കൂനൂ ഖവ്വാമീന ലില്ലാഹി ശുഹദാഅ ബിൽ ഖിസ്ത് വലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅദിലൂ യഅദിലൂ ഹുവ അഖ്റബു ലിത്തഖ്വാ വത്തഖുല്ലാഹ് ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, വിശ്വാസികളായിട്ടുള്ളവരെ, കൂനു നിങ്ങളാവണം ഖവ്വാമീന ലില്ലാഹ്,
അള്ളാഹുവിന് വേണ്ടി നിലനിൽക്കുന്നവരാകണം. ഷുഹദാ ബിൽ ഖിസ്തി, നീതിക്ക് വേണ്ടി സാക്ഷികളായി കൊണ്ട്. വലാ യജ്രിമന്നകും, നിങ്ങളെ പ്രേരിപ്പിക്കാതിരിക്കട്ടെ, ശനആനു ഖൗമിൻ, ഒരു ഖൗമിനോടുള്ള, ഒരു സമൂഹത്തോടുള്ള, ഒരു വിഭാഗത്തോടുള്ള ശത്രുത, അല അല്ലാ തഅദിലു, നീതി പാലിക്കാതിരിക്കാൻ. അപ്പോൾ ഒരു വിഭാഗത്തോട് നിങ്ങൾക്ക് ശത്രുത ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, നിങ്ങൾ അവർക്ക് അനീതി ചെയ്യാൻ പാടില്ല. യഅദിലു, നിങ്ങൾ നീതി പാലിക്കൂ. ഹുവ അഖ്റബു ലിത്തഖ്വ, അതാണ് തഖ്വയോട്, ഭയഭക്തിയോട്, സൂക്ഷ്മതയോട് ഏറ്റവും അടുത്തത്. വത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക, അള്ളാഹുവിനോട് തഖ്വയുള്ളവരാകുക. ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ, നിശ്ചയം അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നത് സംബന്ധിച്ച് അറിയുന്നവനാകുന്നു എന്ന്. ഇനി ഷറഹ് തുടർന്ന് പറയണേ, വലാ യജ്രിമന്നകും ശനആൻ, ശത്രുത നിങ്ങളെ പ്രേരിപ്പിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞല്ലോ. യാനി ഉദ്ദേശിക്കുന്നത് ലാ യഹ്മിലുക്കും ബുഗ്ള ഖൗമിൻ അലാ അൻ ലാ തഅദിലു ഫീഹിം, ഒരു സമൂഹത്തോട് നിങ്ങൾക്ക് ദേഷ്യ വൈരാഗ്യം ഉണ്ടെന്ന് വെച്ച് അത് അവരുടെ വിഷയത്തിൽ നിങ്ങൾ നീതി പാലിക്കാതിരിക്കാൻ ഒരു കാരണമാക്കരുത്. വഅൻ തതകല്ലമു ഫീഹിം ബിഗൈരി ഹഖ്ഖിൻ, സത്യമല്ലാത്തത് അവരുടെ വിഷയത്തിൽ നിങ്ങൾ പറയരുത്, സംസാരിക്കരുത്. ഹത്താ വലൗ കാനു കുഫാറ, എത്ര വരെ എന്ന് ചോദിച്ചാൽ അവർ സത്യനിഷേധികൾ, കാഫിറുകളാണെങ്കിൽ പോലും, കാഫിറുകളാണെന്ന് വിചാരിച്ചിട്ട് അവർക്കെതിരിൽ അനീതി ചെയ്യാൻ പാടില്ല. വലൗ കാനു അഅദാഅൻ, നിങ്ങളുടെ ശത്രുക്കളാണെങ്കിലും, ഖൂലു ഫീഹിം അൽ ഹഖ്ഖ, നിങ്ങൾ അവരുടെ വിഷയത്തിൽ സത്യമേ പറയാവൂ, അസത്യം പറയാൻ പാടില്ല. ഫൽ അദ്ലു മത്ലൂബുൻ, അപ്പോൾ അദ്ല് എന്നതാണ് തേടപ്പെടുന്ന സംഗതി, നീതി. ഖാമത്ത് ബിഹിസ് സമാവാതു വൽ അർദ്, ആകാശങ്ങളും ഭൂമിയും നിലനിൽക്കുന്നത് നീതിയിലാണ്. അൽ അദ്ലു മത്ലൂബുൻ മഅൽ അദുവ്, അദ്ല് എന്ന് പറഞ്ഞാൽ ശത്രുവിനോടൊപ്പം അദു വേണം, ശത്രുവിനോട് നീതി വേണം. വമഅ സിദ്ദീഖ്, കൂട്ടുകാരനോടൊപ്പം വേണം, കൂട്ടുകാരനാണെങ്കിലും അയാളോട് നീതി പാലിക്കണം. വമഅൽ ഖരീബ്, ബന്ധുവിനോട് നീതി പാലിക്കണം. വമഅൽ ബഈദ്, അകന്നാളോടും വേണം. വമഅ കുല്ലി അഹദ്, എല്ലാവരോടും നീതി പാലിക്കണം. ലാ യജൂസു ലിൽ ഇൻസാനി അൻ യത്തബിഅൽ ഹവാ വശഹവാത്തിൻ നഫ്സി വയതകല്ലമ അലാ ഹസ്ബി റഗ്ബതിഹി ഔ യക്തുമ ഷഹാദത അലാ ഹസ്ബി റഗ്ബതിഹി. ലാ യജൂസു ലിൽ ഇൻസാൻ, ഒരു മനുഷ്യനും അനുവദനീയമാകുകയില്ല, അൻ യത്തബിഅ, പിൻപറ്റൽ, അൽ ഹവാ, ദേഹത്തെ, അവൻ്റെ സ്വന്തം ശരീരത്തിൻ്റെ ഇച്ഛയെ പിൻപറ്റൽ, ഇഷ്ടത്തെ പിൻപറ്റൽ. വ ഷഹവാത്തിൻ നഫ്സ്, അവൻ്റെ നഫ്സിൻ്റെ വിചാരങ്ങളെ പിൻപറ്റൽ. വയത്തക്കല്ലമ, എന്നിട്ട് സംസാരിക്കുകയും ചെയ്യൽ, അല ഹസ്ബി റഗ്ബത്തി, അവൻ്റെ ആഗ്രഹം, അവൻ്റെ കൊതി, അവൻ്റെ റഗ്ബത്ത് അതിന് കണക്കാക്കിയിട്ട്. ഔ യക്തുമ ഷഹാദത, അല്ലെങ്കിൽ സാക്ഷ്യം മറച്ചു വെക്കൽ, അല ഹസ്ബി റഗ്ബത്തി, അവൻ്റെ റഗ്ബത്തിൻ്റെ കണക്കിന്, അവൻ്റെ ആശക്കൊത്തിട്ട് സത്യം മറച്ചു വെക്കാൻ പാടില്ല. വഇദാ ഖുൽതും ഫഅദിലു, നിങ്ങൾ പറയുന്നെങ്കിൽ, നിങ്ങൾ സംസാരിക്കുമ്പോൾ എന്ത് ചെയ്യണം, നിങ്ങൾ നീതി പാലിക്കണം, നീതി പറയണം. ഖുൽതും ബിത്തസ്കിയ, തസ്കിയത്ത് പറയാം, പ്രശംസിച്ച്. ഖുൽതും ഫി ഷഹാദ, തസ്കിയത്തിലാണെങ്കിലും അതേപോലെ ഷഹാദത്ത്, സാക്ഷ്യത്തിലാണെങ്കിലും. ഖുൽതും ഫി തജ്രീഹ്, അതായത് വഇദാ ഖുൽതും ഫി ബിത്തസ്കിയത്തി വഇദാ ഖുൽതും ഫി ഷഹാദത്തി വഇദാ ഖുൽതും ഫി തജ്രീഹി, തജ്രീഹ് റുവാത്തി ഔ തഅദീലിഹിം, തജ്രീഹ് ജുർഹ് തഅദീലിൻ്റെ വിഷയത്തിലാണെങ്കിൽ, ഒരാളുടെ ന്യൂനത പറയേണ്ട സന്ദർഭങ്ങളിൽ ആണ്, അയാളുടെ നന്മകൾ പറയേണ്ട സന്ദർഭമാണെങ്കിലും ഒക്കെ. ഫഅദിലൂ വലൗ കാന ദാ ഖുർബ, നിങ്ങളുടെ ഉറ്റ ബന്ധുവാണെങ്കിലും ബന്ധുക്കളാണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, നീതി പാലിക്കണം. ഞാൻ ഉദ്ദേശിക്കുന്നത് വലൗ കാനൽ മുത്തകല്ലമു ഫീഹി ഖരീബുൻ ലക്, ആരെപ്പറ്റിയാണോ സംസാരിക്കുന്നത് അയാൾ നിങ്ങളുടെ അടുത്ത ബന്ധുവാണ് എങ്കിലും, ലാ യഹ്മിലുക ഖറാബതുഹു വശഫഖതു അലൈഹി അൻ തഹീദ ഫി ഹഖ്ഖി, അപ്പോൾ നിങ്ങൾക്ക് അയാളുമായുള്ള ബന്ധുത്വം അല്ലെങ്കിൽ അയാളോടുള്ള സ്നേഹം നിങ്ങൾ അയാളുടെ വിഷയത്തിൽ സത്യത്തിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്യാൻ, സത്യത്തിൽ നിന്ന് ഡൈവേർട്ട് ചെയ്യാൻ, തഹീദ് ലാ തഹീദ, അതിന് ഇടയാക്കരുത്, അതിൽ സത്യത്തിൽ നിന്ന് വ്യതിചലിക്കാൻ ഇടയാക്കരുത്. ബൽ ഖുൽ ഫീഹി അൽ ഹഖ്, അയാളുടെ വിഷയത്തിൽ നിങ്ങൾ എന്താ പറയേണ്ടത്, സത്യമേ പറയാവൂ. വഷ്ഹദ് അലൈഹി ബിൽ ഹഖ്, അയാളുടെ വിഷയത്തിൽ അയാൾക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, സത്യമായി സാക്ഷ്യപ്പെടുത്താവൂ. വഷ്ഹദ് ബിൽ ഹഖ് വലൗ കാന ലിഅദുവിക വഖസ്മിക, നിന്നോട് തർക്കിക്കുന്ന ആൾ നിന്റെ ശത്രുവാണെങ്കിൽ പോലും നീ എന്ത് ചെയ്യണം, സത്യമേ സാക്ഷി പറയാവൂ. ഹാദാ ഹുവൽ അദ്ലു സ്വഹീഹ്, ഇതാണ് ശരിയായ നീതി എന്ന്. ജസാകുമുല്ലാഹു ഖൈറൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.